മൊത്തം ഹാപ്പിയാണ്. ഇക്കുറി ഓണം ഡബിൾ ഹാപ്പിയാണ്. അതെ അതെ, ഡബിൾ ഹാപ്പിയാണ്. ഈ ഓണാടോ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് എന്താണ് ഈ ഓണാടോ എന്ന് ചോദിക്കുന്നു സംശയം. ഓണമാണടോ എന്നല്ലേ? ഓണമാടോ, പിന്നെ ഓൺ ആടോ, ഓൺ ആടോ എന്ന് കൂടിയുണ്ട് അല്ലേ? ന്യൂ ജെൻസി. അതാണ് കേട്ടോ, ഈ ജെൻസി പിള്ളേരുടെ ചില ഭാഷകളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഓണാടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമാണടോ എന്നും പറയാം, ഓണാടോ എന്നും പറയാം, ഓൺ ആടോ എന്നും പറയാം കേട്ടോ. അപ്പോൾ ഓണാണ്, എല്ലാ മലയാളികളും ഓണാണ്. അനാർക്കലിയുടെ വരവോടുകൂടി നമ്മളും അല്ലേ നമ്മുടെ പ്രേക്ഷകരും ഓണായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ഓണവിശേഷങ്ങൾ? നല്ല ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത തമിഴ് സിനിമയും വിശ്വനാഥൻ ആൻഡ് സൺസ് അല്ലേ? നല്ല പ്രേക്ഷകരുടെ പ്രതികരണമാണല്ലോ. അതെ അതെ, ഗംഭീര സിനിമയാണ്, നല്ല രസമാണ്, നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. അതെ അതെ. പിന്നെ അതിലൊരു ചെറിയ വേഷമാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിസിബിലിറ്റി കൂടി അല്ലേ? ഇപ്പം മലയാളത്തിൽ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രേക്ഷകർക്ക് ഓർമ്മയുള്ള എനിക്കൊന്നു. പക്ഷെ ചില സിനിമകൾ അങ്ങനെ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു. പക്ഷേ വിമാനമല്ലേ അല്ലേ? ഉയിരെ എന്ന സിനിമയിലാണ് പക്ഷെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മാത്രമല്ല ആ ക്യാരക്ടറും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, വളരെ പോസിറ്റീവ്. ആൾക്കാര് അതിന് എന്തോ ഒരു സെൽവൻ ഡി കോസ്റ്റ്യൂറ്റ് എന്താണ് പേര്, അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു അല്ലേ? സാരിയ ഡിക്കോസ്റ്റ. സാരിയ ഡിക്കോസ്റ്റ എന്നൊരു പേരായിരുന്നു ഇവരയിൽ പാർവതിക്കൊപ്പം അഭിനയിച്ചത് അല്ലേ? അപ്പം ഈ സിനിമ അഭിനയമുണ്ട്, പാട്ടുണ്ട്, വേറെ എന്തെങ്കിലും ഉണ്ടോ ഹോബി? വേറെ പടം വരയ്ക്കും, ഡാൻസ് ചെയ്യും. സാധാരണ ഈ പോളിമാത്ത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് വീട്ടുകാർ കൊണ്ട് എല്ലാത്തിനും ഒക്കെ ചേർക്കുവാണല്ലോ. അപ്പൊ ഏതില് ശരിയാവുക പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എല്ലാം കുറച്ച് പാട്ടുപാടും അഭിനയിക്കും അല്ലെ? പാചകം ഉണ്ടോ? പാചകം വലിയ കാര്യമായിട്ടില്ല, ഇപ്പൊ പിന്നെ ആവശ്യമുള്ളത് കൊണ്ട് അതങ്ങ് പഠിച്ചു വരുന്നു. ആണല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താണ്? പാട്ട് തന്നെയാണ്. പാട്ട് തന്നെയാണ് അല്ലേ? അപ്പൊ ഓണത്തിന്റെ വൈബില് ഇപ്പൊ നമുക്ക് ഓണാടോ നമുക്ക് അവസാനം പാടാം. അതിനു മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന, അനാർക്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സന്തോഷം തരുന്ന, അല്ലെങ്കിൽ അനാർക്കിലിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ചില പാട്ടുകൾ ഉണ്ടാവുള്ളൂ. അനാർക്കിൽ തന്നെ പാടി അനാർക്കിൽ തന്നെ കേൾക്കുന്ന പാട്ടുകൾ ഉണ്ടാവുള്ളൂ. ആ പാട്ട് ഏതാണ് ഏറ്റവും ഇഷ്ടം? ഞാൻ തന്നെ പാടിയത് വേണമെന്നില്ല, അങ്ങനെ ഞാനിങ്ങനെ നമുക്ക് കൂടുതൽ സന്തോഷം തരും. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഓണമായിട്ട് ബന്ധമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏപ്രിലില്ലിപ്പൂവേ നിന്മേൽ ഞാൻ തൂവൽ തുമ്പൽ തൊട്ടാൽ മേഘച്ചില്ലിൽ നില്ലാം എൻ മരത്തെ ചീലത്തുമ്പൽ മൂടാം. പൊന്നേ പുന്നാരെ വരും കെട്ടാം കൊട്ടാരം, നിലാവിലെ മഞ്ഞിൽ മെട്ടിൽ മാർബിൾ കൊട്ടാരം. മെല്ലെ നോക്കാതെ ഒന്നും മിണ്ടാതെ വേനൽ കയ്യാൽ തൊട്ടാൽ പൊട്ടും മിന്നക്കല്ലേ ഞാൻ. ഭീഗി 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 ലവ് യു ലവ് യു ലവ് യു ബേബി. ഭീഗി 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 ലവ് യു ലവ് യു ലവ് യു ബേബി. ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ, മഴത്തുള്ളി തുള്ളിച്ചാട്ടെ, മിന്നലണിഞ്ഞാട്ടെ. മകരം മഞ്ഞാടയാൽ പുനിയും പൂമ്പാറ്റയെ, കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തിങ്കളെ, മുത്തുമായി മുത്തം വയ്ക്കും നക്ഷത്രമല്ലേ ഞാൻ. ഭീഗെ 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 ലവ് യു ലവ് യു ലവ് യു ബേബി. ഓ സൂപ്പർ, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു.